ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച മധുര, ശ്രീരാമ സഹോദരൻ ശത്രുഘ്നൻ ഭരിച്ച രാജ്യം, സമ്പദ് സമൃദ്ധിയിലും സന്തോഷത്തിലും ജനങ്ങൾ വസിച്ച രാജ്യം. എന്നാൽ ദ്വാപരയുഗത്തിൽ ഹംസൻ എന്ന ക്രൂരനായ ഭരണാധികാരിയുടെ കീഴിൽ മധുരയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ഹംസനെ വധിച്ച് ശ്രീകൃഷ്ണൻ മധുരയെ സ്വതന്ത്രമാക്കി. പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മധുര എന്ന പുണ്യ നഗരത്തിന്റെ കഥ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മധുരയിലെ ഭരണകാലം. എന്തിനാണ് ഭഗവാൻ തന്റെ യാദവ ജനതയെയും കൊണ്ട് മധുര ഉപേക്ഷിച്ച് ദ്വാരകയിലേക്ക് പോയത്? ഒടുവിൽ ദ്വാപരയുഗത്തിൽ മധുര എന്ന മനോഹര നഗരത്തിന് എന്ത് സംഭവിച്ചു? വിശദമായി അറിയുന്നതിനായി വീഡിയോ മുഴുവനായി കാണുക. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യമുനാ നദിയുടെ ദക്ഷിണ തീരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു മധുര. മധു എന്ന അസുര രാജാവായിരുന്നു ഈ രാജ്യം സ്ഥാപിച്ചത്. അസുരനായിരുന്നു എങ്കിലും ഇവൻ ധർമ്മിഷ്ഠനും ശക്തനുമായ രാജാവായിരുന്നു. ഇവൻ ഈ രാജ്യത്ത് മധുപുരം തലസ്ഥാനമാക്കി ഭരണം നടത്തി. ഇത് പിന്നീട് മധുര എന്നറിയപ്പെട്ടു. ഈ അസുരന്റെ മരണശേഷം അവന്റെ പുത്രനായ ലവണാസുരൻ രാജാവായി മാറി. പിതാവിനെ പോലെ ആയിരുന്നില്ല ലവണാസുരൻ. അവൻ അധാർമികനും ക്രൂരനുമായ ഭരണാധികാരിയായിരുന്നു. അതിനാൽ തന്നെ അവന്റെ ഭരണകാലം ആ രാജ്യത്തെ ജനങ്ങൾക്ക് ദുരിതപൂർണമായിരുന്നു. ഇവന്റെ ഭരണകാലം ത്രേതായുഗമായിരുന്നു. ഭഗവാൻ ശ്രീരാമൻ ലവണാസുരന്റെ ഭരണം അവസാനിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ മോചിപ്പിക്കുവാൻ തന്റെ സഹോദരനായ ശത്രുഘ്നന് നിർദ്ദേശം നൽകി. തുടർന്ന് ശത്രുഘ്നൻ ലവണാസുരനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി മധുരയെ മോചിപ്പിച്ചു. ശത്രുഘ്നൻ മധുര രാജ്യത്തിൽ നിന്ന് അധർമ്മം തുടച്ചു നീക്കി ആ രാജ്യത്തെ ശുദ്ധീകരിച്ചു. അങ്ങനെ ശ്രീരാമൻ ശത്രുഘ്നനെ മധുരയുടെ രാജാവാക്കി. ശത്രുഘ്നന്റെ ഭരണകാലം മധുരയുടെ സുവർണകാലമായി അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലം ശാന്തിയുടെയും സമൃദ്ധിയുടെയും കാലമായിരുന്നു. അങ്ങനെ ആ കാലത്ത് മധുര അയോധ്യയുടെ ഉപരാജ്യമായി നിലനിന്നു. ശത്രുഘ്നന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ സുബാഹു രാജ്യഭാരം ഏറ്റെടുത്തു. കാലങ്ങൾ കടന്നുപോയപ്പോൾ സൂര്യവംശം അവസാനിക്കുകയും ദ്വാപരയുഗത്തിൽ മധുര യാദവരുടെ അധീനതയിലാകുകയും ചെയ്തു. ആദ്യത്തെ യദുവംശ രാജാവായിരുന്നു സൂര്യസേനൻ. ഇദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവർ. പിതാവിന്റെ മരണശേഷം വസുദേവർ ഗോപാലവൃത്തി സ്വീകരിച്ചു. തന്നിമിത്തം യാദവ വംശത്തിലെ മറ്റൊരു രാജാവായ ഉഗ്രസേനൻ മധുരയുടെ രാജാവായി. ഉഗ്രസേനൻ ധാർമ്മികനും നീതിമാനുമായ ഭരണാധികാരിയായിരുന്നു. ഉഗ്രസേനന്റെ പുത്രനായിരുന്നു കംസൻ. ഉഗ്രസേനൻ രാജാവായിരുന്നപ്പോൾ ശ്രീകൃഷ്ണ പിതാവായ വസുദേവരായിരുന്നു മധുരയിലെ മന്ത്രി. കംസന് പ്രായപൂർത്തിയായപ്പോൾ അവൻ പിതാവിനെ തുറുങ്കിലടച്ച് സ്വയം രാജാവായി മാറി. കംസൻ അധാർമികനും ക്രൂരനുമായ ഭരണാധികാരിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ മധുരയിലെ ജനങ്ങളുടെ ജീവിതം വീണ്ടും ദുരിതത്തിലായി. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിക്കുകയും ഉഗ്രസേനനെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും മധുരയിലെ രാജാവാക്കി. കംസനെ വധിച്ച ശേഷം ശ്രീകൃഷ്ണന് രാജഭരണം ലഭിക്കുമായിരുന്നു എങ്കിലും അദ്ദേഹം രാജാവായില്ല. പകരം ഉഗ്രസേനനെ രാജാവാക്കി സ്വയം സൈന്യാധിപനും ധർമ്മ സംരക്ഷകനുമായി പ്രവർത്തിച്ചു. ഈ കാലത്ത് അയൽ രാജ്യങ്ങൾ മധുരയെ ആക്രമിച്ചു. അവയിൽ ചേതി രാജാവായ ശിശുപാലനും ഉണ്ടായിരുന്നു. ദ്രൗപദി സ്വയംവരത്തിൽ കൃഷ്ണനെ ശിശുപാലൻ അപമാനിച്ചത് യാദവർക്കും ചേതി രാജ്യത്തിനുമിടയിൽ സംഘർഷത്തിന് കാരണമായി. പിന്നീട് ശിശുപാലൻ മധുരയെ ആക്രമിച്ചുവെങ്കിലും ആ യുദ്ധത്തിൽ ശിശുപാലൻ പരാജയപ്പെട്ടു. പിന്നീട് പൗണ്ഡ്രക വാസുദേവനും കാശി രാജാവും ഒന്നിച്ചു ചേർന്ന് മധുരയെ ആക്രമിച്ചു. ഇതിൽ പൗണ്ഡ്രക് വാസുദേവൻ ഞാനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് പ്രഖ്യാപിച്ച് കൃഷ്ണനോട് ഏറ്റുമുട്ടി. ഇദ്ദേഹത്തിന്റെ സഹായത്തിന് കാശി രാജാവും തന്റെ സൈന്യത്തോടൊപ്പം എത്തി. അങ്ങനെ ശക്തമായ യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരുവരെയും വധിച്ചു. മഗധയിലെ രാജാവായ ജരാസന്ധന്റെ പുത്രിമാരായിരുന്നു അസ്ഥിയും പ്രാപ്തിയും. ഇവരെ വിവാഹം കഴിച്ചത് മധുര രാജാവായ കംസനായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹംസനെ വധിച്ചതോടെ തന്റെ പുത്രിമാരെ വിധവകളാക്കിയ ശ്രീകൃഷ്ണൻ ജരാസന്ധന്റെ ശത്രുവായി മാറി. ശ്രീകൃഷ്ണനോട് പ്രതികാരം ചെയ്യുന്നതിനായി ജരാസന്ധൻ തന്റെ സൈന്യവുമായി മധുരയെ ആക്രമിച്ചു.
ഈ സമയം മധുരയുടെ രാജാവ് ഉഗ്രസേനനായിരുന്നു എങ്കിലും ഭരണം നിയന്ത്രിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു. ശ്രീകൃഷ്ണൻ മധുരയിൽ നടപ്പാക്കിയ ഭരണരീതിയുടെ മൂലാധിഷ്ഠാനം ധർമ്മമായിരുന്നു. ഇതിനെക്കുറിച്ച് വിഷ്ണു പുരാണം, ഹരിവംശം, ഭാഗവത പുരാണം തുടങ്ങിയവയിൽ പരാമർശിച്ചിരിക്കുന്നു. എല്ലാ നിയമങ്ങളും ധർമ്മശാസ്ത്രാനുസരണമായിരുന്നു. യാദവ ജനതയ്ക്ക് സമത്വം, മതസ്വാതന്ത്ര്യം, സ്വതന്ത്ര വ്യാപാരം എന്നിവ ഭഗവാൻ ഉറപ്പാക്കി. ദേവാരാധന, യജ്ഞങ്ങൾ, വിദ്യാഭ്യാസം എന്നിവ സംരക്ഷിച്ചു. ഉഗ്രസേനൻ രാജാവും ശ്രീകൃഷ്ണൻ പ്രധാനമന്ത്രി പദവും സേനാധിപതി, രാഷ്ട്രീയ ഉപദേഷ്ടാവ് തുടങ്ങിയ പദങ്ങൾ അലങ്കരിക്കുകയും ചെയ്തു. ബലരാമനായിരുന്നു സർവ്വ സൈന്യാധിപൻ. അക്രൂരൻ, ഉദ്ധവൻ, സത്യമിത്രൻ തുടങ്ങിയവർ രാജസഭയിലെ ഉപദേശകരായിരുന്നു. ശ്രീകൃഷ്ണൻ യാദവ സൈന്യത്തെ പുനർസംഘടിപ്പിച്ച് ശക്തമാക്കുകയും ഈ സേന പിന്നീട് ശക്തമായ നാരായണീ സേന എന്നറിയപ്പെടുകയും ചെയ്തു. കുതിരസേന, ഗജസേന, കാലാൾപ്പട, രഥസേന എന്നിങ്ങനെ 4 വിഭാഗങ്ങളാക്കി സൈന്യത്തെ തിരിച്ചു. യമുനാ നദീ തീരത്തെ കൃഷിക്ക് ജലസേചന വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും മധുരയെ മധ്യഭാരതത്തിലെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും മിതമായ നിരക്കിൽ നികുതി ഈടാക്കി. സ്വർണം, വജ്രം തുടങ്ങിയവ കൊണ്ടുള്ള നാണയ സംവിധാനം നടപ്പാക്കി. ശ്രീകൃഷ്ണന്റെ ഭരണകാലത്ത് മധുരയിൽ വേദാധ്യയനം, യജ്ഞങ്ങൾ, സംഗീതം, നാട്യം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യാദവരിലെ പരസ്പര വൈര്യങ്ങൾ ഇല്ലാതാക്കുവാനായി കുലസമന്വയം നടപ്പാക്കി. ഗോപാലന്മാരെയും നഗരവാസികളെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു ഏക സമൂഹമാക്കി. മതാചാരങ്ങൾ ഹിംസരഹിതമാക്കി നടപ്പാക്കണമെന്ന നിയമം കൊണ്ടുവന്നു. സ്ത്രീകൾക്കും ബ്രാഹ്മണർക്കും കർഷകർക്കും അധികാര സമത്വം ഉറപ്പാക്കി. അനാഥർക്കും വിധവകൾക്കും താമസിക്കുന്നതിനായി ധർമാശ്രമങ്ങൾ സ്ഥാപിച്ചു. രോഗികൾക്കായി ചികിത്സാലയങ്ങൾ നിർമ്മിച്ചതായി വിഷ്ണു പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. യാദവ സംഘം എന്ന പേരിൽ പൊതുയോഗങ്ങൾ നടത്തി ജനാഭിപ്രായം കേൾക്കുകയും അതനുസരിച്ച് ഭരണത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ മധുരാഭരണം ഒരു ആദർശ രാജതന്ത്രത്തിന്റെ മാതൃകയായിരുന്നു. ധർമ്മം, സമത്വം, ശാസ്ത്രീയ സംഘടന, ജനക്ഷേമം എന്നിവയുടെ സുതാര്യ സമന്വയമായിരുന്നു ഭഗവാന്റെ ഭരണകാലം. ഇങ്ങനെ സർവൈശ്വര്യത്താൽ വിളങ്ങുന്ന മധുര രാജ്യത്തെയായിരുന്നു ജരാസന്ധൻ ആക്രമിച്ചത്. മധുരയുടെ നാരായണീ സേനയും ജരാസന്ധന്റെ മഗധ സൈന്യവുമായി ശക്തമായി ഏറ്റുമുട്ടി. കൃഷ്ണന്റെയും ബലരാമന്റെയും യുദ്ധമികവിൽ ജരാസന്ധന്റെ മഗധ സൈന്യം പരാജയപ്പെട്ടു. എന്നാൽ പരാജയപ്പെട്ട ജരാസന്ധൻ തന്റെ സൈന്യത്തെ പുനർസംഘടിപ്പിച്ച് വീണ്ടും മധുരയെ ആക്രമിച്ചു. ഇപ്രകാരം ജരാസന്ധൻ 17 പ്രാവശ്യം മധുരയെ ആക്രമിച്ചു. തുടർച്ചയായുള്ള യുദ്ധങ്ങൾ മധുരയെ സാമ്പത്തികമായും സൈനികമായും ദുർബലമാക്കി. തുടർച്ചയായുള്ള യുദ്ധങ്ങൾ ജനങ്ങളെ അസ്വസ്ഥരാക്കി. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നഷ്ടപ്പെട്ടു. തുടർന്ന് ശ്രീകൃഷ്ണൻ മധുരയിലെ ജനങ്ങളെയും കൊണ്ട് പലായനം ചെയ്യുവാൻ തീരുമാനിച്ചു. ഭഗവാൻ പശ്ചിമ സമുദ്രത്തിലുള്ള ദ്വീപ സമൂഹങ്ങളിൽ ഒരു മനോഹര നഗരം നിർമ്മിച്ചു. ഇതായിരുന്നു ദ്വാരക. ഈ നഗരത്തിന് കുശസ്ഥലി എന്നും പേരുണ്ട്. കൃഷ്ണൻ തൻ്റെ രാജ്യത്തെ ജനങ്ങളെയും ബന്ധുക്കളെയും മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സുന്ദരമായ രൈവതക പർവ്വതം ഒരു കോട്ട പോലെ ഈ നഗരത്തെ സംരക്ഷിച്ചു. അതിനാൽ തന്നെ ശത്രു സൈന്യത്തിന് സമുദ്രം താണ്ടി രൈവതക പർവ്വതം മറികടന്ന് ദ്വാരകയെ ആക്രമിക്കുക എന്നത് അസാധ്യമായിരുന്നു. ശ്രീകൃഷ്ണൻ മധുരയെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവിടെ അവശേഷിച്ചത് ചില വ്യാപാരികളും ചില ശൂരസേന വർഗക്കാരും മാത്രമായിരുന്നു. രാജാവും സൈന്യവും നഷ്ടപ്പെട്ട മധുര അങ്ങനെ അനാഥമായി. മധുരയെ കൃഷ്ണൻ ഉപേക്ഷിച്ചതറിഞ്ഞ ജരാസന്ധൻ 18ാം തവണയും മധുരയെ ആക്രമിച്ചു. എന്നാൽ മഗധ സൈന്യത്തെ എതിർക്കുവാൻ നഗരങ്ങളിൽ യാദവ സൈന്യം ഇല്ലായിരുന്നു. തുടർന്ന് യാദവർ രക്ഷപ്പെട്ടതിൽ കോപിതനായ ജരാസന്ധൻ മധുര നഗരത്തിന് തീവെച്ചു. അങ്ങനെ മഹത്തായ ആ നഗരം കത്തി നശിച്ചു. ഉഗ്രസേനനും യാദവരും മധുരയിൽ നിന്ന് പോയതോടെ രാജ്യം ഭരണരഹിതമായി. ജരാസന്ധൻ നഗരം കത്തിച്ചതോടെ നഗരത്തിന്റെ വലിയൊരു ഭാഗവും ചാരമായി മാറി. ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, മറ്റ് നിർമ്മിതികൾ തുടങ്ങിയ യുദ്ധം കൊണ്ടും അഗ്നി കൊണ്ടും തകർന്നു. മധുരയിൽ ശേഷിച്ച വ്യാപാരികളും മറ്റ് നിവാസികളും മറ്റിടങ്ങളിലേക്ക് കുടിയേറി. കുറച്ചു കാലത്തേക്ക് മധുര മഗധ സാമ്രാജ്യത്തിന്റെ അധീന പ്രദേശമായി നിലനിന്നു. എന്നാൽ ജരാസന്ധന്റെ മരണശേഷം മധുര മഗധ ഭരണത്തിന് കീഴിൽ നിന്നും മോചിതമായി.
എന്നാൽ യാദവർ ദ്വാരകയിൽ ശക്തി പ്രാപിച്ചതിനാൽ മധുരയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു.